ഹായ് ഹലോ എല്ലാവർക്കും ഷരൂസ് ഫുഡ് ഗാലറിയിലേക്ക് സ്വാഗതം. ഇതെൻ്റെ ഫ്രണ്ട്സൊക്കെ ആവശ്യപ്പെട്ട റെസിപ്പിയാണ്. പുളിയിഞ്ചിയാണ്. കുറേ പേർക്ക് അറിയാമായിരിക്കും, പക്ഷെ ഇവിടെ ഒരു വ്യത്യസ്തമായിട്ടാണ് ഉണ്ടാക്കണേ. അപ്പോൾ ഇത് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഇഞ്ചി ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞത് ഒരു 2 കപ്പുണ്ട്. പിന്നെ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മതിയാവും. ഒക്കെ എരിവനുസരിച്ചിട്ടാട്ടോ. പിന്നെ പുളി ഒരു നെല്ലിക്ക വലിപ്പത്തിന്. പിന്നെ പച്ചമുളക് 3 ചെറുത് വട്ടത്തിലരിഞ്ഞത്. പിന്നെ കടുക് വറുക്കാൻ കടുക്, കറിവേപ്പില, ചുവന്ന മുളക്. പിന്നെ കുറച്ച് ശർക്കര വേണം. പിന്നെ ഉലുവാപ്പൊടി, അതും കുറച്ച് മതി. ഒരു ബടയിൽ കഴിക്കും, അതൊരു ഏകദേശം 1/2 ടീസ്പൂൺ മതി. പിന്നെ ഉപ്പ്, അത് പാകത്തിന്. ഇത്രയും സാധനങ്ങളാണ് വേണ്ടേ. ആദ്യം നമുക്ക് ഈ ഇഞ്ചി ഉണ്ടല്ലോ, ഇതുപോലെ വട്ടത്തിലരിഞ്ഞ് നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. കണ്ടില്ലേ, ഇത് ഒന്ന് പൊടിച്ചെടുക്കാം നമുക്ക്. അപ്പം ഞാനത് 2 തവണയായിട്ട് പൊടിച്ചെടുത്തതാണിത്. അപ്പോൾ ഇത് ഈ പുളിയിഞ്ചി ഉണ്ടാക്കുമ്പോൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഒരു ഇഞ്ചിയുടെ ഒരു കുത്തണ സ്വാദുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനിവിടെ ചെയ്തത് ഇത് ഒന്ന് പൊടിച്ചല്ല, അതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതുപോലെ അരിച്ചെടുത്തതാണ്. അതിൻ്റെ ആ കട്ടെല്ലാം മാറ്റിയിട്ടാണ് ഞാനിത് എടുത്തേക്കുന്നത്. കണ്ടില്ല, അതാണ് ഞാൻ പറഞ്ഞത്, ഒരു പ്രത്യേകത ഉണ്ടെന്ന് പറഞ്ഞതാണ്. അതിൻ്റെ കട്ടെല്ലാം മാറ്റിയിട്ട് ഇനിയാണ് പുളിയിഞ്ചി ഉണ്ടാക്കണേ. ഇവിടുത്തെ അമ്മ പഠിപ്പിച്ചെന്ന രീതിയാണ് കേട്ടോ ഇത്. അത് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തേ. അപ്പോൾ ആദ്യം നമ്മളൊരു പാൻ ചൂടാകാൻ വയ്ക്കുക. എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ ഇഞ്ചി പൊടിച്ചത് അതിനകത്തേക്ക് ഇടുക. വെള്ളം ഒഴിച്ചിട്ട് അത് നന്നായിട്ട് അരിച്ചെടുക്കണം. വെള്ളമെല്ലാം കളഞ്ഞിട്ട് വേണം ഇങ്ങനെ ചെയ്യാൻ. പിന്നെ നമ്മളിതുപോലെ വറുക്കുമ്പോൾ അതിൻ്റെ ബാക്കി ജലാംശം കൂടെ പോകുമല്ലോ. ഇങ്ങനെ ഇളക്കുക. കണ്ടോ, ഇതുപോലെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുക. എന്നിട്ട് അതിൻ്റെ ഒരു നിറം മാറുന്ന സമയമാകുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. 1-1.5 നമ്മളെടുക്കുന്ന ഇഞ്ചിയുടെ അനുസരിച്ചിട്ടാണ് കേട്ടോ, ഒരുപാട് എണ്ണയൊന്നും വേണ്ട. എന്നിട്ട് അത് വീണ്ടും ഇതുപോലെ എണ്ണ എല്ലായിടത്തും പറ്റുന്ന രീതിയിൽ ഇളക്കി കൊടുക്കുക. ഇത് ഈ നിറം, അതായത് ഗോൾഡൻ ബ്രൗൺ നിറമൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്കിത് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ അത് ഇതുപോലെ നന്നായിട്ട് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി പാനിൽ ഞാൻ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് കടുകിടുക. കടുകിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കുക. അതൊന്ന് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് ചുവന്ന മുളകും ഒക്കെ ഇടാം. കടുക് നന്നായിട്ട് പൊട്ടട്ടെ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം എന്നെ അറിയിക്കുക. ചുവന്ന മുളകും കറിവേപ്പിലയൊക്കെ നമുക്കിടാം.
ഒരുപാട് ഇടേണ്ട ആവശ്യമില്ല, കുറച്ചേ ഉള്ളൂ. കറിവേപ്പില ഒരു 2 തണ്ടിൻ്റെ കറിവേപ്പില എടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ഓരോന്നായിട്ട് ഇടാം. ഇത് വേണ്ടില്ല, ഇത് നമുക്ക് ഇടാം. ഇഞ്ചി പൊടിച്ച് വച്ചേക്കുന്നത് ഇടാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇഞ്ചിയുടെ ആ ഒരു കുത്തൽ സ്വാദുണ്ടല്ലോ അത് മാറിക്കിട്ടും. നമ്മൾ അരച്ച കട്ടൊക്കെ കളഞ്ഞിട്ടുണ്ടല്ലോ, അതുകൊണ്ടാണ് കുത്തൽ സ്വാദ് മാറുന്നത് ഞാൻ പറഞ്ഞേ. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് പച്ചമുളക് അരിഞ്ഞതിടാം. അതും ഇതുപോലെ കുറച്ച് നേരം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. മുളകിൻ്റെ നിറം മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഉലുവപ്പൊടി ഒരുപാട് ഇട്ടാൽ കയ്പ്പ് സാധനം ഉണ്ടാവും. അതുകൊണ്ട് ഒരു 1/4 ടീസ്പൂൺ 1/2 ടീസ്പൂൺ ഇട്ടാൽ മതി, കുറച്ചിട്ടാൽ മതി. മുളക് പൊടി 1 ടേബിൾ സ്പൂൺ. അപ്പോൾ ഒരുപാട് വേണമെന്നുള്ളവർക്ക് ഒരുപാട് ഇടാം കേട്ടോ. കാരണം പുളിയിഞ്ചിക്ക് ആ പുളിയുടെയും ആ ഇഞ്ചിയുടെയും സ്വാദാണല്ലോ മുമ്പിട്ട് നിൽക്കട്ടെ. ഒരുപാട് എരിവാണെങ്കിൽ നമുക്ക് അത്ര ആ ഒരു പാകം അതാവില്ല. മുളക് പൊടി ഇട്ടാൽ അത് ഉടനെ തന്നെ ഇളക്കണം, കരിഞ്ഞു പോകാതെ നോക്കണം. പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മതി കേട്ടോ ഇങ്ങനെ ഇളക്കുന്നത്. ഫുൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ്, തീ കൂട്ടുകയില്ല. പുളി പിഴിഞ്ഞത് നമുക്കിതിലേക്ക് ഒഴിക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നല്ല ഇഞ്ചി മൂത്തതിൻ്റെ മണം വരുന്നുണ്ട്. പിന്നെ ശർക്കര ഞാനിവിടെ ഏകദേശം 1/2 കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഒരുപാട് പൊടിക്കൊന്നും വേണ്ട, നമുക്കിതുപോലെ തീയുടെ ചൂട് കൊണ്ട് അത് ഉരുകിക്കോളുമല്ലോ. വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി, ഒരുപാട് ഒഴിക്കണ്ട. 1/2 കപ്പ് വെള്ളമൊക്കെ ഒഴിച്ചാൽ മതി. നമുക്ക് ഉപ്പ് ചേർക്കാം. ഉപ്പ് ഞാനിവിടെ ഒരു 3/4 ടീസ്പൂണോളം ഇട്ടിട്ടുണ്ട്. ഉപ്പ് ഇതുപോലെ നമ്മുടെ സ്വാദിനനുസരിച്ചിട്ട്. ഇനി നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പം ഇത് കുറുകി വരുന്നുണ്ട്. നമ്മൾ ആദ്യമേ അതെല്ലാം ഇട്ട ഉടനെ അതിൻ്റെ സ്വാദ് ടേസ്റ്റ് ചെയ്യാൻ പാടില്ല. എന്ന് വെച്ചാൽ ശർക്കരയൊന്നും ശരിക്കും ഉരുക്കിയിട്ടുണ്ടാവില്ലല്ലോ. ഇപ്പം നന്നായിട്ട് ഉരുക്കി എല്ലാം നല്ല യോജിച്ച് ആയിട്ടുണ്ടാവും. ആ സമയത്ത് മാത്രമേ നമ്മളിതിൻ്റെ സ്വാദ് നോക്കാൻ പാടുള്ളൂ. കുറച്ചെടുത്ത് നോക്കുക. ഇനിയിപ്പോൾ എന്തെങ്കിലും എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്താൽ മതി. നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്, പാകമാണ്. നമുക്കിതിന് ഓഫ് ചെയ്യാം. നമ്മുടെ പുളിയിഞ്ചി തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ ഒരു ചെറിയ വ്യത്യാസമില്ലേ പുളിയിഞ്ചിക്ക്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായം അറിയിക്കുക.